ഓ മൈ ഗോഡിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഒരു മികച്ച കർഷകനെ ഇന്റർവ്യൂ ചെയ്യാനെന്ന് പറഞ്ഞ് ഭാര്യയെ ഞങ്ങളുടെ അടുത്ത് എത്തിച്ചിരിക്കുകയാണ് ഭർത്താവ്. കേരള കേരശ്രീ ബോർഡ് അവതരിപ്പിക്കുന്ന കർഷക ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സ്ത്രീ ആദ്യമായി ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ഈ വീട്ടമ്മയെ കാത്തിരിക്കുന്ന പ്രാങ്ക് പണികൾ എന്തെല്ലാമായിരിക്കും? കാണാം ഇന്നത്തെ പ്രാങ്ക് അരങ്ങ്. ഓക്കെ, നോക്കാം. ഫൈനൽ അതാദ്യം തന്നെ കേരള കേരശ്രീ ബോർഡ് അവതരിപ്പിക്കുന്ന കർഷക സ്ത്രീയിലേക്ക് സ്വാഗതം. കർഷക ലോകമല്ലേ? കർഷക ലോകത്തേക്ക് സ്വാഗതം. കേരള കേരശ്രീ അവതരിപ്പിക്കുന്ന കർഷക ലോകത്തേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കർഷകരെ കുറിച്ചും കർഷക തൊഴിലാളികളെ കുറിച്ചും പരിചയപ്പെടുത്തുന്ന പുലിയൂർ ഗ്രാമപഞ്ചായത്തിലാണ്. മതി, ഇത് നമുക്ക് ഇൻട്രോ ഒന്നുകൂടെ എടുക്കേണ്ടി വരിക പിന്നീട്. നമ്മൾ ഈ വീട്ടിലെ കർഷകനെയാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ആ വീട്ടിലെ ഉണ്ടോ നോക്ക്. ഉണ്ടോ മാഡം? ആളുണ്ട്. ഇച്ചിരി സംസാരം ഇച്ചിരി പ്രശ്നമാണെന്നേ ഉള്ളൂ. പക്ഷെ നല്ല കൃഷിക്കാരാണ് അവര്, പാരമ്പര്യമായിട്ട് നല്ല കൃഷിക്കാരാണ്. പക്ഷെ സംസാരം ഇച്ചിരി മോശമാണ്, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് പെട്ടെന്ന് തീരൂലേ? പെട്ടെന്ന് തീരും. കൊതുണ്ടല്ലേ? ഭയങ്കര കൊതുവാണ്. മഴയായോണ്ടായി. നിങ്ങൾക്ക് പഞ്ചായത്തിൽ പദ്ധതികളൊന്നും ഇല്ലേ മാഡം? ഇവർക്കെല്ലാം കൊടുക്കാറുണ്ട്. മെമ്പർക്ക് പല പദ്ധതിയുണ്ട്, നമുക്കൊരു പദ്ധതി ഇല്ല. ചേച്ചി, കൃഷിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ഞങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അണ്ണനോട് ചോദിക്കാം. അണ്ണാ, പുള്ളിയാണ് പാരമ്പര്യമായിട്ട് കൃഷി ചെയ്ത ആള്. ഞാൻ ചോദിച്ചോട്ടെ? പാരമ്പര്യ കൃഷി രീതിയിൽ പാരമ്പര്യ കൃഷി രീതിയിൽ എന്തൊക്കെയാണ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്? പാരമ്പര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷി രീതിയിൽ പാരമ്പര്യമായി നിങ്ങൾ പാരമ്പര്യമായിട്ട് നിങ്ങൾ എന്തൊക്കെ കൃഷികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കപ്പ, പിന്നെ കപ്പ നട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നെല്ല് നട്ടതിന് ശേഷം പിന്നെ വഴുതനങ്ങ നടും. ഓരോന്ന് ഇവിടെ ഇങ്ങനെ ഓരോന്ന് സമയം ഓരോന്നാണ് നടുന്നത്. വെള്ളം കപ്പയൊക്കെ നട്ട മഴയാണെങ്കിൽ വെള്ളം കയറി മൊത്തം പോവും. കപ്പയും നെല്ലും വഴുതനങ്ങയും എന്തെങ്കിലും വാഴ വയ്ക്കും. ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പൊ വാഴത്തൈകള്. നമുക്കൊന്നും കിട്ടിയില്ലല്ലോ. നിങ്ങളല്ലേ ഇവിടെ കയറി വരാൻ പഠിച്ചിട്ട് ഈ ദൂരെ വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞ് നമ്മുടെ അതൊക്കെ വാങ്ങിച്ചു വെക്കുവായിരുന്നു. ഞാൻ ആളെ വിട്ടായിരുന്നു ഇവിടെ പറയാനായിട്ട്. ആളെ വിട്ടായിരുന്നു പറയാൻ. ഇവിടെ ഒരാളും വന്നില്ല മെമ്പറെ. കർഷകർക്ക് ഗുണകരമായ ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെ? കർഷകർക്ക് ഗുണകരമായ ഒരുപാട് നല്ല പദ്ധതികളുണ്ട്. ആ പദ്ധതികളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പം പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾക്ക് വാഴ തന്ന്, ഞങ്ങൾക്ക് പേശ തന്ന് പഞ്ചായത്തിൽ നിന്ന് വാഴ, പിന്നെ പച്ചക്കറി വിത്തുകള് തന്നു. ആര് തന്നു? അങ്ങനെ എന്തെങ്കിലും? നമുക്കൊന്നും തന്നില്ല. നമുക്കൊന്നും തന്നില്ല. ഇലക്ഷൻ സമയത്താണ് ഈ മെമ്പറെ ഞാൻ കണ്ടിട്ടുള്ളത്, പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ നിങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? കപ്പയും വാഴയും വഴുതനങ്ങയും. കപ്പ, വാഴ, വഴുതനങ്ങ, പിന്നെ ഞങ്ങളുടെ നെൽകൃഷിയുണ്ട്. പകുതി നെൽകൃഷി, പകുതി ഞങ്ങളുടെ വെണ്ടയ്ക്ക കൃഷി, അങ്ങനെ ചെയ്യും. അപ്പൊ നിങ്ങളെ രണ്ടുപേരെ സഹായിക്കാൻ പിന്നെ ആരൊക്കെയുണ്ട്? ഞങ്ങളെ സഹായിക്കാൻ ലക്ഷ്മിയുണ്ട്. കർഷക പുരസ്കാരത്തിന് പരിഗണിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? അത് അവരടുത്ത് എന്ന് ചോദിക്കണം, ഞങ്ങളടുത്താണ് ചോദിക്കുന്നത്. കർഷക പുരസ്കാരത്തിന്റെ കേസ് നിങ്ങൾ ഇവിടെ മിണ്ടേണ്ട കാര്യം എന്താ? ഞങ്ങൾക്ക് എന്തിനാ പുരസ്കാരം? കൃഷിയെ പറ്റി ചോദിക്കാനല്ലേ മാഡം വന്നത്? വെളിച്ചെണ്ണയുടെ വില കുത്തനെ കൂടട്ടെ. ഞങ്ങളാണോ കൂട്ടിച്ചത്? നമ്മൾ അതിന് 50 രൂപയ്ക്ക് മേടിക്കാറുള്ളൂ. അത് കൂടട്ടെ. മഴ പെയ്യുന്ന അകത്ത് കയറണോ? അകത്ത് കയറി ഇരിക്കാൻ പറ്റുമോ? കൊള്ളാം. റെഡിയാ?
ഓക്കെ 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 റോളിംഗ്. കർഷകർക്ക് ഗുണകരമായ നിരവധി പദ്ധതികൾ ഇപ്പോൾ നിലവിലുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ? എന്തറിയേ അത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് മാഡം പറഞ്ഞാലേ നമുക്ക് പറഞ്ഞുതരാൻ ഒരുപാടുണ്ട്, ഒരുപാട്. നീ മാഡം സംസാരിക്കും. പറ. ഇവരുടെ പഞ്ചായത്ത് വഴി എന്തെങ്കിലും നിങ്ങൾക്ക് ഏത്തവാഴ വിത്തുകളോ? വാഴയും നമുക്ക് കിട്ടിയിട്ടില്ല മാഡം. അത് നിങ്ങൾ ഇറങ്ങാത്തത് കൊണ്ടല്ല, നിങ്ങൾ ചെല്ലാത്തത് കൊണ്ടാണ് കിട്ടാത്തതെന്നാണ് പറയുന്നത്. മാഡം ഈ വാഴ പോയിട്ട് ഒരു തേങ്ങ ഞങ്ങൾക്ക് തന്നിട്ടില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു പദ്ധതി വന്നെന്നോ പദ്ധതി ഉണ്ടെന്നോ ഞങ്ങൾക്ക് അറിയാം. കുറെ പദ്ധതികൾ ഇങ്ങനെ ഉണ്ടോ? ഉണ്ട്, നിരവധി പദ്ധതികളുണ്ട്. എന്തൊക്കെ പദ്ധതികളാണ് മാഡം? അല്ല, ആ പദ്ധതികളെ കുറിച്ചൊന്നും ഇവിടെ മെമ്പർ വന്ന് പറഞ്ഞിട്ടുമില്ല. മെമ്പർ ഇവിടെ വന്നത് എന്തെന്നറിയോ? ഇത് വോട്ട് ചോദിക്കാൻ വേണ്ടി വന്ന്, പിന്നെ ഈ മെമ്പർ ഇവിടെ വന്നിട്ടില്ല. അയ്യോ, എനിക്ക് പദ്ധതി മാറി സമയമില്ല. ഞാൻ ഓരോ പദ്ധതിയുടെ പിറകിൽ ഓടുമ്പോ ഞാൻ എങ്ങനെ വന്ന് പറയാ? നിങ്ങളെ വോട്ടിനായിട്ട് ചോദിക്കേ. ഇവര് ജോലി എന്തേലും മാഡം? മാഡം പറ. ഞാൻ ഓരോ പദ്ധതി ശരിയാക്കാൻ വേണ്ടി ഓടിക്കൊണ്ട് നടക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ് വീട്ടുകാർക്ക് വേണ്ടിട്ട് പദ്ധതി. അയ്യോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കണത്. ഞാൻ എന്തിനാണ് ജയിക്കണത്? നിങ്ങൾക്ക് വേണ്ടി. കേട്ടാ മേഡം, ഒരു കൊച്ചുന്ന കിച്ചുന്ന ഒരുത്തനുണ്ട് പോലും, അവനില്ലാത്ത പദ്ധതി ഇല്ല. സർവ്വത് കിച്ചുന. കിച്ചു എന്താണെന്ന് പേര് അവന്റെ? അർഹതയുണ്ട്. ഇവിടെ നാട്ടില് പാട്ട. പാവങ്ങൾക്ക് അർഹതയില്ല മാഡം, അവർക്കൊക്കെയാണ് അർഹത. മാഡം ചോദിക്കും. കൊച്ചിന്റെ കൂടെ എവിടാ ഇപ്പം പാർപ്പനാണ് നാട്ടിലെ സംസാരം. വയ്യാതിരിക്കണമെന്ന് ഞാൻ നോക്കൂല. ഈ കുടുംബത്തിൽ നിന്നുള്ളവരല്ല, പുറത്തുനിന്ന് ആരെങ്കിലും സഹായിക്കാനുണ്ടോ? കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ഒരു മരുമോനുണ്ട്. അതെ അതെ അതെ, പറയണ്ട എന്റെ നമ്മളെ കുടുംബകഥയൊക്കെ ചോദിക്കുന്നത്. ഈ അയലക്കത്തുള്ള ആരെങ്കിലും ഒക്കെ കൂടെ നിന്ന് വന്ന് നോക്കി കാണും, എന്നിട്ട് നിന്ന് ന്യായം വീടും. അതല്ലാതെ 10ന്റെ ഗുണമല്ല. ഒരു സിനു, ഒരു സുജിൻ, ഇങ്ങനെ കുറെ പയ്യന്മാരുണ്ട്, വേറും പാളി പയ്യന്മാർ ആണാണ് യവന്മാര് വന്ന്. സത്യം സത്യം, ഈ അനാശാസ്യ പോലെയാണ് യവന്മാർ ഈ വരികയും വെറും വൃത്തികെട്ട രീതിയിലായി യവന്മാർ ഇവിടെ കാണിക്കുന്നത്. അവിടെ വെക്കണം മാഡം. മാഡം, ഈ കക്കൂസുള്ള പഞ്ചായത്തിൽ നിന്ന് തന്നാണോ? അതെ മാഡം, ഇന്ന് ഇത് ഇവിടെ ഇതുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ആരെല്ലാം കൊടുത്തു വിട്ടതാണ്. ഇവിടെ രാവിലെ കൊടുത്തു വിട്ടു, അല്ലാതെ നമുക്ക് തരത്തൊന്നുമില്ല മാഡം. മാഡം, ഈ കക്കൂസ് ഉള്ളവർക്ക് അത്യാവശ്യമായിട്ട് കക്കൂസ് അനുവദിച്ചു കൊടുക്കണം കേട്ടോ. നമ്മള് ഈ സുധിനെയും സിനുവിനെയും കൊണ്ട് സമാധാനമില്ല. ഇവിടെ കയറി നിരങ്ങിയാണ് ഈ ആൾക്കാർ, നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്ന വള അവരുത് എന്നാ. സൗമ്യ ചോദിക്കാം. ചേച്ചി, ഈ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ ഇതുവരെ കിട്ടി തുടങ്ങിയില്ലല്ലോ. നമുക്ക് എനിക്കും നിനക്കും ആ പെൻഷനാ ചോദിക്കുന്നത്. സാധാ പെൻഷൻ കിട്ടുന്നുണ്ട്. പെൻഷൻ കിട്ടുന്നുണ്ട്, സാധാ പെൻഷന്. ഈ കാർഷിക പെൻഷൻ കിട്ടാൻ വേണ്ടി എന്തൊക്കെ പേപ്പറുകളാ വേണ്ടതെന്ന് വെച്ചാല് മെമ്പറിനോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അത് ചേച്ചി കൊടുക്കണം. എവിടെ ചെന്ന് ചോദിക്കണം? മെമ്പറിന്റെ വീട്ടിലായി. മെമ്പറിനൊന്ന് കണ്ടുപിടിക്കാൻ മെമ്പറിന്റെ ഫോൺ നമ്പർ മേടിച്ചോണം. വിളിച്ചെടുക്കത്തില്ല. ഞാൻ എടുക്കും. എടുക്കും, രാവിലെ വൈകുന്നേരം ഡംബൽസ് എടുക്കും. നിങ്ങൾ കണ്ടോളൂ. ഓണത്തിനും വിഷുവിനും ഒക്കെ നിങ്ങൾ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തുന്നത്? എന്റെ മഴമനാട്ടാ പിന്നെ ഷൂട്ടടാ മോനെ, ഷൂട്ട് കിടക്കുന്നു ഇവിടെ. കാമറയൊക്കെ വന്നു. സാറാ കൊണ്ടുവന്നു, മെമ്പറും കൊണ്ടുവന്നു. നമ്പർ കൊണ്ടുവന്നതാ? ആ ഉണ്ടായിരുന്നാ? ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇലക്ഷൻ വന്നില്ലേ, നിന്നില്ലേ? നിങ്ങളെ നിന്നേ ഇവിടെ വോട്ട് ചോദിക്കാൻ വന്നപ്പം കണ്ട് വീണ്ടും ഇലക്ഷൻ ചോദിക്കുന്ന. ഇപ്പഴല്ലേ, ഇനി 6 മാസം ഇപ്പൊ കഴിയും. ആ, അതാണ് വീണ്ടും വന്നേ. മഴ പെയ്തോണ്ടിരിക്കുന്നു. ചോദ്യം ചോദിക്കാൻ വന്നത് ഇവരുടെ ചോദ്യം. പഞ്ചായത്തില് മെമ്പറിനോടൊക്കെ പെർമിഷൻ മേടിച്ചു. എന്റെ വീട്ടിനകത്ത് മെമ്പറാ ചെലവ് കൊടുക്കണം. അല്ല ഉണ്ടായിരിക്കണം. ഈ കാലം കഴിഞ്ഞിട്ട് നിങ്ങളെ കാലം കഴിഞ്ഞിട്ട് അവ കൊള്ളുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടേക്കണേ. നിങ്ങളെ നിങ്ങൾ ഇത് ആടെ ചോദിച്ചിട്ട് ആടെ എന്റെ ആൾക്കാരെ നിങ്ങളെ ഇവരെ ആളെ ഇത് തന്നെ പഞ്ചായത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഇതെന്താ സപ്ലൈ ഓഫീസാ? അന്നേ വരെ കെട്ടിപ്പോയി എന്താടാ നോക്കണം? അണ്ണാ എന്താടാ
ഡാ മോനെ ഡാ. നീ എന്താ ഞാൻ അവിടെ ചെറാണ് ഡേയ്, 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 ഡേയ്. എന്താ എന്താ നീ വേണം? നീ ആരാ വേണം? ചേട്ടാ, അയ്യേ, ചെന്നൈയിലോട്ട് പറ. ഈ മേടയിൽ ഇരിക്ക്, മേടയിൽ. മേടയിൽ ഇരുന്ന് ഇരിക്ക്. അല്ല, അവന്മാരെ നോക്കിയിട്ട് അവന്മാര് മര്യാദ കേൾക്കുന്ന അവൻ നിന്ന് ചെറിയാണ്. ഇരിക്കും മേഡം, ഇരിക്കും. ഞങ്ങളെ വീടിന്റെ നടയിൽ ഞങ്ങൾ ചത്തതിന് ശേഷമേ അവൻ അധികാരമുള്ള മേഡം, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഓണത്തിന് എന്തൊക്കെ ഒരുക്കങ്ങളാണ് നിങ്ങൾ സാധാരണ ചെയ്യാറുള്ളത്? കഞ്ഞിയും പയറും തന്നെ ഇവിടെ, അല്ലാതെ ഞങ്ങൾക്ക് എല്ലായിടത്തും സത്യമായിരിക്കും. കള വെട്ടിക്കൊണ്ട് ഈ വർത്തമാനം പറഞ്ഞോണ്ടല്ലോ. നിന്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന പായസം കുച്ച കഴിഞ്ഞാൽ പറ്റുവേടാ? പായസം കറി അടച്ച് സദ്യയല്ലേ ആയിരിക്കണം ഞങ്ങള്. നിന്റെ വീട്ടില് പായസം മാത്രം കുടിച്ചു കഴിഞ്ഞാൽ സദ്യ എന്നാണ് പറയുന്നത്. തൊണ്ടപോയല്ല കഞ്ഞിയും പയറും കുടിച്ച് തകട്ടകളുള്ള കഴിഞ്ഞ ദിവസങ്ങളുണ്ട് മേഡം. കരഞ്ഞ് തളർന്ന് ഇവിടെ കിടന്നു അതിന്റെ ദിവസങ്ങളുണ്ട് മേഡം. അന്ന് ഈ മെമ്പറിനെ കണ്ടില്ല, നാട്ടുകാരെ കണ്ടില്ല, ഈ ദ്രോഹിയെ കണ്ടില്ല. പറമ്പി നടങ്ങടാ പഞ്ഞ ഇറങ്ങടാ. എടാ മോനെ എന്റെ പറമ്പി ഒന്ന് ക്ഷമിച്ചേ. കണ്ടില്ലേ പറമ്പി നിറങ്ങടാ നീയ, പറമ്പി നിറങ്ങടാ നീയ, ഞങ്ങളിപ്പം പോകണം, ഞങ്ങളിപ്പം അങ്ങനെ പറ്റില്ല. നിങ്ങൾ പോകണ്ട, നിങ്ങൾ പോയി പൈസ കൊടുത്ത അവർക്കൊക്കെ പറമ്പി ചെയ്താൽ ഞങ്ങൾ പറയും. ഇല്ല, ഇത് ഞങ്ങൾ ചാനലിൽ ചാനലിന്റെ പറഞ്ഞെടുക്ക്. നീ ആര് എടാ കർഷക ലോകം എന്ന് പറഞ്ഞ ചാനലുണ്ട് കേട്ടോ. കർഷക ലോകം എന്ന് പറഞ്ഞൊരു ചാനൽ. ഈ ലോകങ്ങളിൽ നാട്ടിൽ കൊണ്ടുവരണേ ഇവർക്ക് അത് കർഷകർ വേണ്ടിയുള്ള ഇവർക്ക് അതാ പറഞ്ഞ കർഷകർക്ക് ഇവർക്ക് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന്. ഇനി അവനെ പച്ചവെള്ളം കൊണ്ട് കിട്ടരുത്. ഇറങ്ങട എന്റെ പറമ്പി, പച്ചവെള്ളം കിട്ടരുത്. ഇറങ്ങട എന്റെ പറമ്പി. ഇത്രയും കാലം ഞാൻ നോക്കി ഒരു നീ വീട് നിന്ന് ചെറടാ എന്റെ പൊട്ടാ കണ്ണടാ പൊടാ വെച്ചോട് പൈസോട് ഇവിടെ ഇത്ര ഷൂട്ട് എന്റെ വീട് പൈസ വെച്ചിട്ടേ വിട്ടുള്ളൂ. എന്റെ വീട്ടിൽ എന്റെ അനുവാദം ഇല്ലാതെ നിങ്ങൾ വന്നെന്തിനാണ്? അത് നിങ്ങളുടെ വീട്, ഈ അച്ഛന്റെ വീടാന്ന് ഒരു കരുതി മാത്രമാണ് ഞങ്ങൾ വന്നത്. ആര് കരുതിയതാരി? അത് കരുതിയതാരി? ഇവർ രണ്ടുപേരും സമ്മതിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വന്നത്. ഇവരുടെ വീടാന്ന് പറഞ്ഞത് കൊണ്ടുപോകാൻ ഞങ്ങൾ വന്നത്. നിങ്ങൾ പ്രമാണം കണ്ടോണ്ടാ നിങ്ങള് പ്രമാണം കണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ തോന്നില്ല വീട് എന്റെ വീട് നിങ്ങൾ അവിടെ ഷൂട്ട് ചെയ്യോ? ഞങ്ങളോട് മെമ്പർ പറഞ്ഞു ഇവരോട് ചോദിച്ചിട്ട് വരാൻ. ഇത് മെമ്പറെ കുറിച്ച് എന്റെ വായുണ്ടല്ലോ. മെമ്പർ കേൾക്കാൻ കാര്യമാണ്. നീ പോടാ, നിനക്ക് പ്രമാണമല്ലേ വേണ്ട. ഞാൻ ആദ്യം പ്രമാണത്തിന് വേണ്ട പ്രണാമം തന്നെ. പോടാ, ഇറങ്ങി പോടാ. ഞാൻ പറഞ്ഞേ വേണ്ടി ഞാൻ വേണം എവിടെ പോടാ പൈസ പൈസ എന്റെ വീട്ടിൽ ഷൂട്ട് ചെയ്യാൻ പൈസ കൊടുക്കും. എല്ലാവരും ഷൂട്ടിങ് എന്തോ ചെയ്യൂന്ന് പറയുന്നത്. പൈസ കൊടുക്കും. പൈസ കൊടുത്തു എടാ മോനെ പൈസ പോ എന്താ തുവാമല്ലേ എന്റെ പൊന്നി കാരണം കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ എന്റെ വീടിനെ അതിക്രമിച്ച് കളയാണ്. അതിക്രമിച്ച് കയറിയതല്ല. ഞങ്ങൾ പെർമിഷൻ ചോദിച്ചു. എന്റെ വീട്ടിൽ നിങ്ങൾ അതിക്രമിച്ച് കയറിയതേ ഉപദ്രവിക്കും. നിങ്ങൾ ഉപദ്രവിക്കാതെ ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ എന്താ കാര്യം നോക്കിക്കോ. മണ്ടാഴ്ച മാരലടി അപ്പുറം ചെയ്യും. നിങ്ങൾ ഉപദ്രവിച്ചോ, ബാക്കി കാര്യം ഞങ്ങൾ നോക്കാം. സംസാരിക്കും. നിങ്ങളെ ഞാൻ പറഞ്ഞു നിങ്ങളെ കാര്യം ഉപദ്രവിക്കണം. നിങ്ങൾ കാരണം ഞങ്ങൾ പെർമിഷൻ ചോദിച്ചിട്ട് പെർമിഷൻ അതിക്രമമായിട്ട് കയറിയതല്ല. പെർമിഷൻ ചോദിച്ചു നോക്ക്. നിങ്ങൾ മെമ്പറാടാ. ഇത് മെമ്പർ വീടാ. ഇത് മെമ്പർ വീടാടാ. മെമ്പറിന് ഏത് വീട്ടിലും കയറാനുള്ള അധികാരമുണ്ട്. നിന്റെ വീടാ. പിന്നെ എന്റെ വീടല്ല, താമസിക്കാൻ വന്നതല്ല. പിന്നെ ഇന്ന് ഞാൻ കുടിച്ചിട്ടുണ്ട്. തന്നത് ഇവരെ കാലം കഴിഞ്ഞിട്ട് അവളെ മോക്ക് തന്നെ അത് ഇപ്പൊ ഞാൻ നീക്കും. ആ കാലം ഇപ്പൊ ഞാൻ നീക്കും. നിങ്ങൾ അമ്പോച്ച് കഞ്ചാവാടാ നീ. എന്റെ വീട്ടില് എന്റെ അനുവാദം വന്നിന്ന് ഷൂട്ടായിട്ട് ഇപ്പൊ എന്റെ തോളിക്കാരണ നിങ്ങൾ നിയമം പഠിപ്പിക്കണ എന്നാ ഇവരുടെ കാലശേഷം മാത്രമേ ഉള്ളൂ. ഇപ്പൊ കൊല്ലുള്ളൂ. നിങ്ങൾ അമ്പോച്ച് ഞാൻ കൊല്ലുമല്ലോ അവരെ. ഒന്നുകൂടെ ഞാൻ ജയിലിൽ പോവും. മനസ്സിലായില്ലേ? നിങ്ങൾ ഇവിടെ ആരും ചോദിച്ചോളൂ എവിടെ പിന്നെ എന്റെ വീട് ഷൂട്ട് പൈസ ഇത് അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രം നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ. ക്യാമറയിൽ ഇപ്പൊ എന്റെ ഫോട്ടോ എടുത്തെന്ന് കരുതി അതിന് പൈസയാവോ? അയ്യോ അത് കൊള്ളാം. എന്റെ എടുത്തു. കാരണം നമ്മളൊരു ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും അത് അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിന് ക്യാഷ് കിട്ടുള്ളൂ. കാരണം ഞാൻ യൂട്യൂബ് നടത്തുന്നത് സബ്സ്ക്രൈബറും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൈസ. ഒരു സിനിമ ഷൂട്ട് ചെയ്യാനടുത്ത് അവിടെ വീട്ടിൽ പൈസ കൊടുക്കും. അഭിനയിച്ചൊന്നും ഇല്ലല്ലോ ഇവര് അഭിനയിച്ചു.
സാറേ ഇത് ഇങ്ങനെ ഒരിടത്തോടെ ചാടിക്കണ്ടായിരുന്നു. വേറെ ഞാൻ പറഞ്ഞില്ലേ വേറെ പാരമ്പര്യമായിട്ട് ചെയ്യണത് ഇവര് നമുക്ക് പാരമ്പര്യമായിട്ട് ചെയ്യുന്നെന്നും പറഞ്ഞ് നമുക്ക് കാണിക്കാം. അങ്ങനെ കള്ളത്തരം ഒന്നും എന്നെ കൊണ്ട് പറ്റൂല. പക്ഷെ എന്നിട്ട് തന്നെ മുഴുവൻ കള്ളത്തരം കാണിക്കുന്ന മെമ്പർ എല്ലാം മാറ്റി വെക്കുന്നു. മെമ്പറുടെ വീട്ടുകാർക്ക് കൊടുക്കുന്നു. അത് തന്നെ ഞാൻ എന്റെ വീട്ടുകാർക്ക് കൊടുക്കാം. എന്റെ വീട്ടിന്റെ ഇതാണ് ഇത്. പൊക്കോളാം. ഞാൻ വന്നോളാം. നിങ്ങൾ ഞാൻ വിളിച്ചോളാം അങ്ങോട്ട്. ഉറപ്പന്നെ ഉറപ്പന്നെ എന്റെ വീട്ടിലെ നടയെ വന്ന് നിൽക്കല്ലേ. ആ വാ 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 പോവാം പോവാം. പോ ഈ വഴി എനിക്ക് അറിയാവുള്ളൂ. പൊക്കോ. ഉപദ്രവിച്ച് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുള്ളൂ. എന്റെ പൊന്നി ചേട്ടൻ ഞങ്ങൾക്ക് ഇത് കാണിക്കാതെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ചേട്ടാ ദൈവത്തെ ഓർത്ത് എനിക്കറിയത്തില്ല ഇതിനെ കുറിച്ച്. ഇല്ല എന്നത്ര പേടിക്കുന്ന ഉപദ്രവിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വാ ചേച്ചി പോവാം. മാറി കൊടുത്ത അവര് പോട്ടെ. മനു എന്തേ ഹസ്ബൻഡ് ഞാൻ വരുന്നില്ലേ ചേട്ടാ. കാരണമില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ വന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ആ സഹായം ചെയ്യാൻ നിങ്ങളുടെ മകൻ തന്നെ സമ്മതിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു സഹായം മാഡത്തിനായിട്ട് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞല്ല, മാഡത്തിന്റെ ഇതായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? മാഡത്തിന്റെ ഇതായിട്ട് കൊടുക്കാൻ പറ്റുമോ സാറേ? ഞങ്ങൾക്കൊന്നും ചെയ്യാം. കാരണം ഞങ്ങൾക്ക് ഒന്നുമില്ലാതെ ഞാൻ ഇവിടെ വന്നത് ഇതിനു വേണ്ടി. പുറത്തുള്ള അവര് നഴ്സായിട്ട് ജോലി ചെയ്യുന്ന നമുക്ക് കർഷകർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നാക്കുന്നതിന് വേണ്ടി വന്നേ. അപ്പോൾ ഓമൈഗോഡിന്റെ ടീം വളരെ സന്തോഷപൂർവ്വം അവർക്ക് എന്തെങ്കിലും നമുക്കൊന്നും ചെയ്യാം. ഇത് കൗമുദി ടിവിയുടെ ഓമൈഗോഡ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. പ്രാങ്ക് ഷോയാണ് കേട്ടോ. ഞാൻ ധൈര്യം കാണിച്ചെന്നുള്ളു. എന്റെ കെട്ടിയോ എന്റെ കൂടെ ഉണ്ടെന്നുള്ള അതിന്റെ ഒരു ധൈര്യം. കെട്ടി എവിടെ? വരുന്നുണ്ട്. ആ ധൈര്യത്തിലാണ് ഭർത്താവാണ് പറഞ്ഞത്. നമുക്ക് അറിയാം പറഞ്ഞത് ഇതേപോലെ ആരെങ്കിലും സർപ്രൈസ് കൊടുക്കുന്ന പരിപാടി ചെയ്താണ്. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിന് നൽകുന്ന സമ്മാനം, ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം.